ആഹാ ഉഗ്രൻ ഡ്രസ്സാണല്ലോ. അതിന് ഞാൻ എപ്പോഴാ ഭംഗിയില്ലാത്ത ഡ്രസ് ഇടാറ്? എന്റെ എല്ലാ ഡ്രസ്സും സൂപ്പർ അല്ലേ അല്ലേ റാണിക്കുഞ്ഞ്? റിമി ചേച്ചിന് നല്ല ഭംഗിയുണ്ട്. അങ്ങനല്ലല്ലോ റിമി, കഷ്ടമുണ്ട് കേട്ടോ. മോള് വന്നിട്ട് ആദ്യം എന്താ പറഞ്ഞപ്പോഴ് റിമി ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് റിമി എന്താ പറഞ്ഞേ? ഓ ഇതാരാ ഇവിടുന്ന് കൊഞ്ചുവില ചാടി ചാടി വരും. അയ്യോ ഞാൻ അങ്ങനെ പറയരുത് റിമി. ഞാൻ അങ്ങനെ പറയും തോന്നുന്നുണ്ടോ നിന്നെ? എന്തിനല്ലേ അവര് ഈ തിളക്കമുള്ള ബ്ലൗസ് കണ്ടിട്ടായി പറയണത്, എല്ലാരും പറയണത്. ഇന്ന് റിമി ചേച്ചിനെ പറയും. അതെ, എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് എന്തൊരു തിളക്കമുള്ള ബ്ലൗസ് ആണ്, കല്ലാണ് നെഞ്ചിയിലെന്ന്. അത് കറക്റ്റാ. മക്കളെ എല്ലാം പോട്ടെ. മക്കൾക്ക് റിമി ചേച്ചിയാണോ ഇഷ്ടം അതോ ഞങ്ങളെ രണ്ടുപേരെയാണ്? അതനുസരിച്ചിരിക്കും. എന്നാലും ഒരു ശകലം കൂടുതല് എന്നെ പറഞ്ഞാല് എന്നെയാണ് പറയുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഓപ്ഷനില്ലാത്തോണ്ടാ പറഞ്ഞാ ഇവര് രണ്ടുപേരും ഭയങ്കര കലിപ്പ് കയറിയിരുന്ന എനിക്ക് ഏയ് അങ്ങനത്തെ ബാലിശമായ ചിന്താഗതിയുള്ള ആൾക്കാരല്ല ഞാനും ശ്രീകുട്ടൻ ചേട്ടനും. നമുക്കും അത് നമുക്കറിയാമല്ലോ. അതെ, റിമി എന്താണ് കാര്യം നമുക്കറിയാം. ഇതിപ്പോ പുറത്തു വെച്ച് എല്ലാ പിള്ളേരുടെ അടുത്തും റിമി ചേച്ചി നല്ല സുന്ദരിയാന്നൊക്കെ പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ട് പിള്ളേരെ ഓരോന്നൊന്ന് പറയണ മനസ്സിലാക്കി കളഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചക്കര മോളാണ്. അതെ, ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് നമ്മുടെ നാണുക്കുട്ടി. ആ തട്ടോട്ടങ്ങനെ കൊള്ളാട്ടോ. അതെ, ഇന്നൊരു പ്രത്യേക മൊഞ്ച്. അതെ, മോളെ ഏത് പാട്ടാ പാടുന്നത്? എന്റെ ഈ വേഷം കണ്ടിട്ട് ഏത് പാട്ടാണ് തോന്നുന്നത്? ഞാൻ പറയട്ടെ, അടിക്ക് പറയാം ഞാൻ. എന്റെ കൽബിലെ വെണ്ണിലാവിലെ ചക്കരയാണു നീ. കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിലും പാട്ടിൽ പാട്ട് വരുമ്പോ ആള് വേറെ ലെവലാണ്. പാട്ട് പാടുമ്പോ എനിക്ക് ആ ദേഷ്യം എല്ലാം അങ്ങ് പോവുക. അങ്ങ് സ്നേഹിക്കാൻ തോന്നും, മടിയിലിരുത്തി ഉമ്മ വയ്ക്കാൻ തോന്നും, കൊഞ്ചിക്കാൻ തോന്നും. അത്രയും വേണോ? അങ്ങനെ എനിക്ക് തോന്നുവാ നിന്നെ. അല്ല ശരിക്കും ഇങ്ങനെ ആര്യൻകുട്ടൻ പാടി കേട്ടപ്പോ ഞങ്ങൾക്കൊക്കെ തോന്നുന്നത് ഗാനമേളയ്ക്ക് ഞങ്ങൾക്ക് കൂടി അങ്ങോട്ട് പാടിയാലോ എന്ന് ചിലപ്പോ ഈ പാട്ട് ഒരു പ്രചോദനം കിട്ടി ശരിക്കും. പിന്നെ ആ മടക്കി കുത്തി എന്ന് പറഞ്ഞപ്പോ മടക്കി കുത്തായിരുന്നില്ലേ? മടക്കി കുത്തതിന് വരെ ജുബെടുത്ത് പൊക്കെ ചെയ്ത്. അതെ, മൈക്ക് കയ്യിലല്ലേ, എങ്ങനെ നോക്കാനാ? മടക്കി കുത്തിയാ കാണട്ടെ. മടക്കി കുത്തിയപ്പോ രജനീകാന്തിന്റെ പോലെ ഇപ്പൊ നിൽക്കണേ. നസീർ സാറ് പോയി രജനീകാന്തായി. അതെ, ഹെയർ സ്റ്റൈലൊക്കെ കണ്ട രജനീകാന്തിന്റെ. എവിടത്തെ ഉണ്ടയാന്ന് ഗുണ്ടയാ. അയ്യോ പാവം. എന്തായാലും കൊള്ളാട്ടാ, മിടുക്കനാ. അടിപൊളി. ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ നടന്നു പോയാൽ മടക്കിയത് മാർക്ക് വേണ്ടാന്ന് തോന്നുന്നല്ലേ? മാർക്ക് വേണ്ടെങ്കിലും ഇട്ടാലും ഇട്ടില്ലെങ്കിലും എനിക്ക് സന്തോഷാണ്. മാർക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഇവിടെ ഒന്ന് പെർഫോം ചെയ്യാന്നുള്ളതാണ്. അല്ലേ ശ്രീകുട്ടൻ ചേട്ടാ? അതല്ല, അത് ശരിയാ. പക്ഷെ ആ ധൈര്യം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.